ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്കിനെ ഭയന്ന് കഴിയുകയാണ് പൂളാടിക്കുന്നിലെ ജനങ്ങൾ. 20-ലേറെ പില്ലറുകളിൽ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കിന്റെ തൂണുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ദ്രവിച്ച നിലയിലാണ്. വാട്ടർ ടാങ്കിനടുത്ത് താമസിക്കുന്ന 20-ലേറെ വീട്ടുകാർ തീ തിന്നാണ് ഓരോ ദിനവും തള്ളി നീക്കുന്നത്. ടാങ്കിനോട് ചേർന്ന് LP സ്കൂളടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും ആരാധനാലയവുമുണ്ട്. AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ പൂളാടിക്കുന്നിൽ ജലവിതരണ അതോറിറ്റിയുടെ അവരുടെ കീഴിലുള്ള ഒരു വാട്ടർ ടാങ്കാണ് ഇത്. ഏതാണ്ട് 5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷി ഈ വാട്ടർ ടാങ്കിലുണ്ട്. ഈ വാട്ടർ ടാങ്ക് 40 വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 1980-കളിലാണ് നിർമ്മിച്ചത്. 12 വർഷങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ കാലുകളൊക്കെ ദ്രവിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പില്ലറുകളൊക്കെ വലിയ തരത്തിൽ ശോഷണം വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. ഏത് സമയം പോലും ഇത് തകർന്നു വീഴാമെന്നുള്ളൊരു ഭയത്തിലാണ് ചുറ്റുമുള്ള ആളുകൾ. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ ആണുള്ളത്, അതോടൊപ്പം തന്നെ മറുഭാഗത്താണെങ്കിൽ ഏതാണ്ട് 10-40 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയുണ്ട്. ഏതാണ്ട് 10 മീറ്റർ മാത്രം അകലെയാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഇതിൻ്റെ 20 തൂണുകളാണ് ഈ ടാങ്കിലുള്ളത്. ഒരു മൂലയിലുള്ള ഒരു തൂണാണ് അടർന്ന് ലഭിക്കുന്ന രീതിയിൽ കമ്പികളൊക്കെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ അടർന്നു പോരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്രയേറെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇത് തകരുകയൊക്കെ ചെയ്താൽ വലിയ തരത്തിൽ ദുരന്തമുണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണുള്ളത്. ഏതായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസികളൊക്കെ ഉണ്ട്. ഇത് പേടിയുണ്ടോ ഇവിടെ താമസിക്കുന്നത്? പേടിയുണ്ട്, പേടിയില്ലാണ്ട് കുടുംബം ജീവിക്കല്ലേ ഇവിടെ ആൾക്കാർ. ഇപ്പോൾ ഈ ടാങ്കിൽ നിറയെ വെള്ളമുണ്ടോ? വെള്ളമൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. അല്ല, ഞാൻ ഈ തൊട്ടടുത്തുള്ള പെരുന്തിരി എന്ന പ്രദേശത്തുള്ളത്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതിനൊരു ശക്തമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് വളരെ ദോഷം ചെയ്യും. ഈ പില്ലറുകളൊക്കെ നശിച്ചത് അറിയിച്ചിരുന്നില്ലേ വാട്ടർ അതോറിറ്റിയെ? അത് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു അറ്റകുറ്റ പണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് 4 കാല് വീതി വിടുക, ഈ നിലവിലുള്ള കാലിന് ലേശം വീതി കൂട്ടിക്കൊണ്ട് ചെയ്താണ്. എന്തായാലും അതുകൊണ്ടൊന്നും ഇത് പരിഹാരമാവില്ല. ഇവിടെ തൊട്ടടുത്ത് സ്കൂളും കുടുംബങ്ങളായി താമസിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിന് ഭീഷണിയായി നിൽക്കരുതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് ഒഴിവാക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഈ നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ കൂടിയുണ്ട്. എത്ര കുട്ടികളുണ്ട് ഈ സ്കൂളിൽ? 35 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഇതിന് ഇപ്പം കാലുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പം കമ്പിയൊക്കെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു അപകടം പറ്റുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ബാധിക്കുക സ്കൂളുകളായിരിക്കും. ഈ ആശങ്ക നിങ്ങൾ ഏതെങ്കിലും അതോറിറ്റിയെ അറിയിച്ചിരുന്നു? വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു? അപ്പോൾ എഞ്ചിനീയറൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് സ്കൂളിൽ. അപ്പോൾ അത് ഇതിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. ഒരു പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു ടാങ്ക് ആണെങ്കിൽ പോലും ഏതാണ്ട് എലത്തൂർ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം എത്തിക്കുന്ന ഒരു ടാങ്ക് തന്നെയാണ്. പക്ഷേ ഈ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു വിദ്യാലയം തൊട്ടടുത്തുണ്ട്, അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ തൊട്ടടുത്തുണ്ട്, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ പല വീടുകളുണ്ട്. ഇവരൊക്കെ ആശങ്കയോടെയാണ് ഇവിടെ കഴിയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം വേണം. അത് എത്രയും പെട്ടെന്ന് വേണം. സമീപത്ത് മറ്റൊരു ടാങ്ക് നിർമ്മിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായിട്ടില്ല. ഈ ടാങ്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് പൂർണ്ണമായും നശിപ്പിക്കുക അല്ലെങ്കിൽ തകർക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നിലനിർത്തരുത്. പ്രത്യേകിച്ച് തൂണുകളൊക്കെ ദ്രവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെ അത്തരത്തിലുള്ള ആശങ്ക തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും അത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യമാണ് അധികൃതരുടെ ഭാഗത്തേക്ക് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്.